ഇസ്ലാം മതവിശ്വാസികൾ നോമ്പുകാലത്ത് കഴിക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നോമ്പുകഞ്ഞി. ഇതിൽ പ്രശസ്തമായ തിരുവനന്തപുരം പാളയം പള്ളിയിലെ നോമ്പുകഞ്ഞിയുടെ രുചിക്കൂട്ടുകളെക്കുറിച്ചറിയാം. നൃപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാളയം മുസ്ലിം പള്ളിയിലെ നോമ്പുകഞ്ഞി പ്രശസ്തമാണ്. ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല ഇതര മതസ്ഥരും പാളയം പള്ളിയിലെ നോമ്പുകഞ്ഞി രുചിക്കാൻ സ്ഥിരമായി എത്താറുണ്ട്. തലമുറകളായി കൈമാറി വന്ന ഈ രുചിക്കൂട്ടിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ഇപ്പോൾ പാചകത്തിന് നേതൃത്വം നൽകുന്ന ആസിഫ് തന്നെ കൈരളി ന്യൂസ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കും. എൻ്റെ ഉപ്പാപ്പാടെ കാലം മുതലേ ഇതിനെ പറയുന്നത് ഔഷധ കഞ്ഞി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞിലെ ഉപ്പാപ്പാടെ കൂടെ ചെറുതായിട്ട് സഹായിക്കാനൊക്കെ വരുമായിരുന്നു. അപ്പം ഏകദേശം ഒരു 10-12 വർഷം ഉപ്പാപ്പയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാപ്പ മരിച്ചിട്ടിപ്പോൾ ഒരു 7 വർഷത്തോളമായി. ഇതിനകത്ത് ചേരാത്ത ഐറ്റംസ് ഇല്ല. ഏകദേശം ഒരു 28ഓളം ഐറ്റംസ് ഇതിനകത്ത് ചേരുന്നുണ്ട്. തേങ്ങ, ചുക്ക്, സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അങ്ങനെ ഒരുപാട് ഐറ്റം. നെയ്യ്, വെളിച്ചെണ്ണ, തൊണ്ടൻ മുളക്, തക്കാളി, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഔഷധക്കഞ്ഞി എന്ന് പറയുന്നത് തന്നെ. പിന്നെ നോമ്പ് പിടിച്ചിരിക്കുന്നവർക്ക് ഇത് കുറച്ച് കുടിക്കുമ്പോഴത്തേക്കും ഒരു ഉന്മേഷമൊക്കെ ആയിരിക്കും. ഇത് കുടിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ ഉപ്പാപ്പാടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഞങ്ങളിപ്പോഴും ഇതിവിടെ തയ്യാറാക്കുന്നത്. ഞങ്ങളുടേതായ രീതിയിലൊന്നും അധികമായിട്ടൊന്നും ചേർക്കുന്നില്ല. അവർ പണ്ട് മുതൽ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ചെയ്യുന്നത്. ഒരു 6 മണിക്ക് തുടങ്ങിയ ഒരു 1:30 മണിയാകുമ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വച്ചേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ഇതിനെ കഞ്ഞി നമ്മൾ കനലിലിട്ട് വേവിക്കും. ഒരു 2 മണിക്കൂറത്തേക്ക് തുറക്കത്തില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ കഞ്ഞി റെഡിയാക്കുന്നത്. ഒരു 3-3:30 ആകുമ്പോൾ കഞ്ഞി റെഡിയാക്കും. അപ്പോൾ അതുവരെ കനലിലാണ് കഞ്ഞി ഇട്ടേക്കുന്നത്. നെയ്യും പിന്നെ അതുപോലെ വെളിച്ചെണ്ണ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 2-3 മണിക്കൂർ കനലിട്ടേക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഒരു 3:30 മണിയാകുമ്പോഴാണ് കഞ്ഞി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഈ കനലിൽ കിടന്ന് നല്ലതുപോലെ വെന്ത്, അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും നമ്മളൊരു 6 മണിക്ക് തുടങ്ങുമ്പോൾ ഒരു 3:30 മണിയാവും എല്ലാം റെഡിയായി വരുമ്പോൾ. പിന്നെ ഇതിനകത്ത് പൊടി ഐറ്റംസ് വരുന്നത് ചുക്ക് പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ അതൊക്കെ തന്നെ നേരത്തെ തയ്യാറാക്കി വെക്കും. തേങ്ങ ദിവസം നമ്മളൊരു 10, 70, 80ഓളം തേങ്ങ കഞ്ഞിയിൽ ചേർക്കുന്നുണ്ട്. പിന്നെ കഞ്ഞിയുടെ കൂടെ തന്നെ മരിച്ചിനിയും പയറും. അപ്പോൾ ഇന്ന് മരിച്ചിനിയാണെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടാണ്. ഇപ്പോൾ തേങ്ങ, ചുക്ക്, ജീരകം ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്താണ് എടുക്കുന്നത്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്താണ് കഞ്ഞിയിൽ ചേർക്കുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കഞ്ഞിക്ക് ആ ഒരു ടേസ്റ്റ്. പാരമ്പര്യമായിട്ട് തന്നെ വിറകിലാണ് ചെയ്യുന്നത്. ഉപ്പാപ്പാടെ കാലം മുതലേ വിറകിലാണ്. അപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടില്ല. ഗ്യാസിൽ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പുളി വിറവിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. കനലിൽ കിടക്കുന്നുണ്ട്, അതിൻ്റേതായ ടേസ്റ്റ് കഞ്ഞിക്കുണ്ട്. നോമ്പ് കഞ്ഞിക്ക് ഈ വിറകിൽ വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പലരും പറയാറുണ്ട് ഉപ്പാപ്പ വെച്ചാൽ അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ കഞ്ഞിക്ക് അങ്ങനെ ഇതിനെ വരെ ഒരു കംപ്ലൈൻ്റായിട്ട് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. കാരണം പണ്ട് മുതൽ അതുകൊണ്ട് തന്നെയാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തതും എല്ലാ പ്രാവശ്യവും ഞങ്ങളെ ഈ ജോലി ഏൽപ്പിക്കുന്നത്. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നൃപൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.